നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 15 വയസ്സുള്ള ആൺകുട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അവധിക്കാലം ആഘോഷിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ മൊബൈലൊക്കെ വീട്ടുകാർ വാങ്ങിക്കൊടുത്തു. ഇതുവരെ മൊബൈൽ അടിമത്തത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അവനുണ്ടായിട്ടില്ല. ഉത്തരവാദിത്തമായിട്ട് പഠിക്കുമായിരുന്നു, ക്ലാസ്സിൽ കൃത്യമായിട്ട് പോകുമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ മൊബൈലും എല്ലാം വാങ്ങി കുറച്ച് നേരം നോക്കും, അത് കഴിഞ്ഞ് കൃത്യം തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് അവൻ നന്നായി പഠിച്ചതുകൊണ്ടും അവൻ്റെ വിദ്യാഭ്യാസ രീതികളിൽ മാതാപിതാക്കൾ പൂർണ്ണ സംതൃപ്തരായതുകൊണ്ടും അവൻ ഡിമാൻഡ് ചെയ്യുന്നൊരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. മൊബൈൽ വാങ്ങിക്കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവധിക്കാലമാണ്, വേറൊന്നും ചെയ്യാനില്ല, മൊബൈലിലിരുന്ന് പലതരം കാര്യങ്ങൾ കാണാനും ഒക്കെ തുടങ്ങി. ഈ കുട്ടി ക്രിക്കറ്റിനോട് വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ക്രിക്കറ്റിലെ പഴയ ലെജൻഡറി ആയിട്ടുള്ള പല കളികളുടെയും വീഡിയോസ് ഇന്നിപ്പോൾ കാണാനായിട്ട് സാധിക്കും, ഇൻ്റർനെറ്റിലുണ്ട്. അതൊക്കെ കാണുന്നു. അത് സാധാരണഗതിയിൽ ഇരുന്നിങ്ങനെ കാണും. എന്നിട്ട് വൈകുന്നേരം കുറച്ച് നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ അതിലെ ചില കളിക്കാരുടെ ചില ചേഷ്ടകളും ശൈലികളും ചില സ്റ്റൈലുകളും ഒക്കെ അതുപോലെ അവൻ അനുകരിക്കാൻ ശ്രമിക്കും. വൈകുന്നേരം തിരിച്ചു വരും. പക്ഷേ അടുത്ത കാലത്തായിട്ട് മുഴുവൻ സമയം ഈ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടത് കയ്യിൽ മൊബൈൽ, വലത് കയ്യിൽ ഇങ്ങനെ ഭക്ഷണം. അപ്പം ഭക്ഷണത്തിൽ മീനും സംഗതികളൊക്കെ ഉണ്ട്. അത്യാവശ്യം മുള്ളൊക്കെ ഉള്ളൊരു മീനായിരുന്നു അന്ന് വീട്ടിൽ പാചകം ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റിംഗ് മൊമെൻറ്റിൽ ഒരു 6 ഒക്കെ അടിക്കുന്ന ആ ഒരു സമയത്താണ് ഭക്ഷണം അകത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞൊരു സൗണ്ട് അവൻ ഉണ്ടാക്കി, ഒരു വിസ്മയത്തിൻ്റെ ഒരു സൗണ്ട്. ആ കളിക്കാരൻ അടിച്ച ആ ഒരു ഷോട്ട് അത് കണ്ടിട്ട് ഉള്ള ഒരു വിസ്മയത്തോടെ അത്ഭുതത്തോടെ വെച്ചപ്പോൾ ഈ കഴിച്ച മീനും അതിൻ്റെ മുള്ളിൻ്റെ ഘടകങ്ങളടക്കമുള്ളത് തൊണ്ടയിലോട്ടൊന്ന് പോയി. അപ്പോൾ പെട്ടെന്ന് അവന് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നു. അപ്പോഴത്തേക്ക് ഈ മൊബൈൽ താഴെ വെച്ചു. ഈ മീൻ മുള്ള് തൊണ്ടയിൽ ഈ ശ്വാസനാളത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയം അവന് വന്നു. അവൻ നന്നായി ബയോളജിയൊക്കെ പഠിക്കുന്ന ആളാണ്. അന്നനാളവും ശ്വാസനാളവും അടുത്തടുത്താണെന്നറിയാം. അപ്പോൾ ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്നനാളത്തിലേക്ക് പോകേണ്ട ഭക്ഷണം ശ്വാസനാളത്തിൽ പോകാം എന്നൊക്കെ ഇവൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനൊരു സംശയം, ഈ മീൻ മുള്ള് ശ്വാസനാളത്തിൽ പോയിട്ടുണ്ടോ, താൻ മരിച്ചു പോകുമോ? പെട്ടെന്നൊരു വെപ്രാളം വന്നു, കണ്ണിൽ ഇരുട്ട് കയറി, നെഞ്ചിടിപ്പ് കൂടി, ആകെ ടെൻഷൻ അടിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ഡൗട്ടായി, ഈ മീൻ മുള്ള് ശ്വാസകോശത്തിൽ പോയി അവിടെ അടിഞ്ഞുകൂടി ന്യൂമോണിയ ബാധിക്കുമോ, തനിക്ക് ന്യൂമോണിയ ബാധിച്ച് മരണം വരുമോ? വൈകുന്നേരം വീണ്ടും ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കൊണ്ട് തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞിരിക്കുന്നൊരു ഫീല്. അതോടവന് തോന്നി, ഈ തൊണ്ടയിൽ ഈ മീൻ മുള്ളിങ്ങനെ തടഞ്ഞിരിക്കുകയായിരിക്കാം, അത് ഏത് നിമിഷം വേണമെങ്കിലും അന്നനാളത്തിൽ പോകുന്നതിന് പകരം ശ്വാസനാളത്തിലേക്ക് പോകാം. അങ്ങനെ ഒരു ചിന്ത വന്നോടെ അവൻ ശരീരം മൊത്തം വിയർത്തൊലിച്ചു. അവന് വല്ലാത്ത വെപ്രാളം വന്നു. അവന് ഏതാണ്ട് തല കറങ്ങി വീഴുന്ന പോലെ തന്നെ വന്നു. ഈ കാര്യമൊക്കെ വീട്ടുകാരോട് പറഞ്ഞു. പക്ഷെ വീട്ടുകാർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അത്രയ്ക്ക് വലിയ അറിവുള്ള വീട്ടുകാരല്ല. അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ അങ്ങ് സമാധാനിപ്പിച്ചു വിട്ടു. പക്ഷേ ഈ കുട്ടിക്ക് സമാധാനമാകുന്നില്ല. അവന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചപ്പോൾ ഈ തൊണ്ടയിൽ തടഞ്ഞിരിക്കാൻ ആയിട്ടൊരു പ്രയാസം. പിറ്റേന്ന് തൊട്ട് ഭക്ഷണം വിഴുങ്ങാൻ പറ്റുന്നില്ല. കാരണം വിഴുങ്ങിക്കഴിഞ്ഞാൽ ഈ തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്ന മുള്ള് സ്ഥാനം തെറ്റി ശ്വാസനാളത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം വരാൻ തുടങ്ങി. അതുകൊണ്ട് ഭക്ഷണം ചവച്ച് വെച്ച് അവസാനം അങ്ങ് വെള്ളം പോലാക്കിയിട്ട് മാത്രം ഇറക്കും. അത് ഒരുപാട് സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവന് തന്നെ ചവച്ച് ക്ഷീണിക്കും. അപ്പം ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയാൻ തുടങ്ങി. വെള്ളം മാത്രം കുടിക്കും വലിയ കുഴപ്പമില്ലാതെ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കുറഞ്ഞ് വന്ന് ഏതാണ്ട് 3 മാസം കൊണ്ട് ഏതാണ്ട് 10-12 കിലോ വെയിറ്റ് കുറഞ്ഞു. നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന, ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയിരുന്ന ഈ കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അവന് ഒരു വിവാഹ ചടങ്ങിന് വീട്ടുകാരെ നിർബന്ധിച്ച് കൊണ്ടുപോയി. ആ വിവാഹ ചടങ്ങിന് അവിടെ ചെന്ന് കുറച്ച് നേരം ഓഡിറ്റോറിയം ഒന്ന് തുറക്കുന്നതിന് മുമ്പ് പുറത്ത് വെയിലത്തൊന്ന് നിൽക്കേണ്ടി വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് തല കറങ്ങി, അവൻ കുഴഞ്ഞു വീണു. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്കൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് വളരെ കുറവാണ്. 70 mg/dL വേണ്ട ഗ്ലൂക്കോസ് 50 ഉള്ളൂ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഈ 15 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ച് വന്നപ്പോഴാണ് ഇതാണ് അവസ്ഥ എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഈ കുട്ടി എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് സൊമറ്റോഫോം ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ഉത്കണ്ഠാരോഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മീനിൻ്റെ മുള്ള് അറിയാതെ മുള്ളെടുത്ത് മാറ്റാതെ വിഴുങ്ങിയപ്പോൾ
ആ മുള്ള് തൊണ്ടയിലൂടെ പോകുമ്പോൾ ആ തൊണ്ടയിൽ ചെറിയൊരു ഉരസലുണ്ടായിട്ടുണ്ടാവും, ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ടാവാം. ആ മുറിവ് കൊണ്ട് കുഴപ്പമില്ല, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങും. പക്ഷേ ആ മുറിവുണ്ടാകുമ്പോൾ പിന്നീട് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ തടഞ്ഞിരിക്കുന്നൊരു ഫീല് വരുന്നു. അത് ആ മുള്ള് തടഞ്ഞിരിക്കുന്നതുകൊണ്ടല്ല, വാസ്തവം പറഞ്ഞാൽ ആ ഒരു മുറിവിൻ്റെ പുറത്തൂടെ ആ ഭക്ഷണം പോകുമ്പോൾ അവിടെ എന്തോ ഉണ്ടെന്നൊരു തോന്നൽ വരികയാണ്. അപ്പോൾ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷവും ഇവൻ്റെ ഈ പേടി മാറുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ സൊമറ്റോഫോം ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ എന്ന മാനസികമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലച്ചോറിലെ ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ് അത് ഒരുപാട് ഇവരിൽ കുറവായിരിക്കും. നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ മറ്റൊരു രാസവസ്തു കുറവായിരിക്കും. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും ചില റിലാക്സേഷൻ വ്യായാമങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ പതിയെ ഈ കുട്ടിയുടെ പേടി മാറി. അവൻ ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ഭയമൊക്കെ പൂർണ്ണമായും മാറി. അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. 2 മാസം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട വെയിറ്റൊക്കെ റീഗെയിൻ ചെയ്ത് ഇപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ക്രിക്കറ്റൊക്കെ പോയി കളിക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം അവൻ ആ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മൊബൈലോ മറ്റ് സംഗതികളോ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നവന് ബോധ്യപ്പെട്ടു. അവനിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പൂർണ്ണമായ ശ്രദ്ധ ഭക്ഷണത്തിലേക്ക് കൊടുക്കാറുണ്ട്. നന്ദി, നമസ്കാരം.